ഉദയം മുതൽ 4 മണിക്കൂർ. വൃക്ഷലോകത്തിന് പ്രാധാന്യം, വിഷ്ണുവിന് പ്രാധാന്യം, ഹരിക്ക് പ്രാധാന്യം, ഹരിതലോകത്തിന് പ്രാധാന്യം. ഒരു പത്തര എളുപ്പം പഠിക്കാനുള്ള എളുപ്പത്തിന്, പറയാനുള്ള എളുപ്പത്തിന് ഞാൻ രാവിലെ 6:00 സൂര്യൻ ഉദിക്കുന്നു എന്ന് പറയാം. 10:30 വരെ 4 മണിക്കൂർ. 4 മണിക്കൂർ കഴിഞ്ഞ് 10:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ 4 മണിക്കൂർ അഗ്നിക്ക് പ്രാധാന്യം, വൈറ്റ് എനർജിക്ക് പ്രാധാന്യം. അത് കഴിഞ്ഞാൽ അസ്തമയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ മണ്ണിന് പ്രാധാന്യം. ഇപ്പോൾ രാവിലെ സസ്യലോകത്തിന്, വിഷ്ണുവിന്, ഹരിക്ക് പ്രാധാന്യം, സത്വഗുണമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് അഗ്നിക്ക് പ്രാധാന്യം, ബ്രഹ്മാവിന് പ്രാധാന്യം. അവിടെ രാജസം എന്ന് പറയുന്ന ഗുണമാണ്. വൈകുന്നേരം അസ്തമയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ താമസം എന്ന് പറയുന്ന ഗുണമാണ്. ശിവനാണ് ശക്തി, മണ്ണാണ് ശക്തി. അപ്പോൾ പകല് 12 മണിക്കൂർ, രാവിലെ സത്വഗുണം, ഉച്ചയ്ക്ക് രജോ ഗുണം, വൈകുന്നേരം തമോ ഗുണം. ഇത് 4 പുരുഷ ഭാവങ്ങളുള്ള പ്രപഞ്ചം. സസ്യലോകം, അഗ്നി, മണ്ണ്. അതിനുശേഷം അസ്തമയത്തിന് ശേഷം 4 മണിക്കൂർ പാർവതിയാണ്, ജലത്തിന് പ്രാധാന്യം. നമ്മൾ അറിയാതെ തന്നെ മണ്ണ് നനയും, മണ്ണിലേക്ക് ജലം എത്തും. പാർവതി നമ്മളറിയാതെ ശിവന്റെ മാറിലേക്ക് എത്തും. ഈ മണ്ണിന്റെ മാറിലേക്ക് പാർവതി എത്തും. മൂടൽ മഞ്ഞിന്റെ രൂപത്തിൽ നമ്മളെ കണ്ടുപിടിച്ച് ഇവർ തമ്മിൽ ചേരും. അപ്പോൾ അസ്തമയം കഴിഞ്ഞുള്ള 4 മണിക്കൂർ ജലത്തിന് പ്രാധാന്യം. താമസി എന്ന് പറയുന്ന എനർജിയുടെ ഗുണം ചൈതന്യമാണ്. അത് കഴിഞ്ഞാൽ രാത്രി 10:30 കൂടിയിട്ട് രാത്രി 2:30 വരെയുള്ള സമയം ആകാശത്തിന് ഡാർക്ക് എനർജിക്ക് പ്രാധാന്യം. രാജസം എന്ന് പറയുന്ന ഗുണത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗുണം രാജസി, രാക്ഷസി ഭാവമാണ്. നമ്മളെ തമ്മിൽ ഇരുന്ന് തിരിച്ച് അറിയാൻ പറ്റില്ലാത്ത അത്രയും ഡാർക്ക് എനർജിയാണ്. നമുക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറ്റില്ല. അത്രയും ഡാർക്ക് എനർജിക്ക് പ്രാധാന്യമുള്ള 4 മണിക്കൂർ. അതാണ് രാക്ഷസി ഭാവം, രാജസി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പകല് അതുപോലത്തെ ഒരു സമയമുണ്ട്, അതിന് രാജസം എന്നാണ് പേര്. ഇപ്പുറത്ത് ഡാർക്ക് എനർജിക്ക് പ്രാധാന്യമുള്ള അതുപോലത്തെ തന്നെ സമയം സരസ്വതിയാണ് ദേവി, ഭാവം രാക്ഷസി, രാജസി എന്ന് പറയും. അതിനുശേഷം ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ താമസി എന്ന് പറയുന്നത് പോലെ തന്നെ സാത്വികി എന്ന് പറയുന്ന ഒരു എനർജിയാണ് അവിടെ. ജന്തുലോകം ഉണരുന്ന സമയമാണ് ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ. ജന്തുലോകം ഉണർന്ന് മൈഥുനങ്ങൾ നടക്കുന്ന അവരുടെ ജീവിതം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലക്ഷീകരിപ്പിക്കുന്നത് എന്നാണ്. ഇപ്പോൾ ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ സാത്വികി എന്ന് പറയുന്ന ഗുണമാണ്. അത് കഴിഞ്ഞാൽ സാത്വികം എന്ന് പറയുന്ന ഗുണമാണ്. ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂർ സ്ത്രീഭാവമാണ്, ഉദയത്തിന് ശേഷം പുരുഷഭാവമാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് വസന്തം എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. വസന്തം എന്ന് പറയുന്ന പ്രതിഭാസം എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഈ ഉദയത്തിന് മുമ്പുള്ള 4 മണിക്കൂറിൽ അവസാന പാതയും എടുത്തു നമ്മൾ 2 മണിക്കൂർ. അതായത് ലക്ഷ്മി ലോകത്തിന്റെ, ലക്ഷ്മി യാമത്തിന്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും ഉദയത്തിന്റെ ആദ്യത്തെ, അതായത് സസ്യലോകത്തിന്റെ ഹരിയുടെ 2 മണിക്കൂറും എടുത്തു, വിഷ്ണുവിന്റെ 2 മണിക്കൂറും കൂടി എടുത്തു. ഉദയത്തിന് മുമ്പുള്ള 2 മണിക്കൂറും ഉദയത്തിന് ശേഷമുള്ള 2 മണിക്കൂറും കൂടി എടുക്കുമ്പോൾ ആ 4 മണിക്കൂറിൽ അനുഭവപ്പെടുന്ന പ്രതിഭാസമാണ് വസന്തം. സസ്യലോകത്തിന്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും ബ്രഹ്മാവിന്റെ, അഗ്നിയുടെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും കൂടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ഗ്രീഷ്മം. ഉച്ചയ്ക്ക് ഈ അഗ്നിയുടെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂർ, അതായത് ബ്രഹ്മാവിന്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും ശിവന്റെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും കൂടി ഉണ്ടാകുമ്പോഴാണ് വർഷം എന്ന് പറയുന്ന പ്രതിഭാസം. ശിവന്റെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും പാർവതിയുടെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും കൂടി ചേരുമ്പോഴാണ് ശരത്കാലം, മരണകാരണമായിരിക്കുന്ന കാലം, അസ്തമയം. പാർവതിയുടെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും സരസ്വതിയുടെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും ചേരുമ്പോഴാണ് ഹേമന്തം എന്ന് പറയുന്ന പ്രതിഭാസം. സരസ്വതിയുടെ അവസാനത്തെ പാദത്തെ 2 മണിക്കൂറും ജന്തുലോകത്തിന്റെ ലക്ഷ്മിയുടെ ആദ്യത്തെ പാദത്തെ 2 മണിക്കൂറും കൂടി ചേരുമ്പോഴാണ് ശിശിരം എന്ന് പറയുന്ന പ്രതിഭാസം, നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്ന പ്രതിഭാസം. ഇതാണ് 6 ഋതുഭാവം.